എടാ നിങ്ങൾക്ക് പൊട്ടന്മാരാണോ? പുതിയൊരു ഫോൺ നിങ്ങൾ 3 മാസത്തിൽ ഇറങ്ങുന്നില്ലേ? പിന്നെന്തിനാടാ പഴയ ഫോണിലോട്ടൊരു പുതിയ അപ്ഡേറ്റ്? പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നത് പഴയ ഫോണിൽ നിന്ന് ആരും പുതിയ ഫോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നാണെന്ന് നിന്നോടാരാ പറഞ്ഞത്? മനസ്സിലായില്ല? നിനക്ക് മനസ്സിലാവും പോലെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നീ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നത് നിന്റെ പഴയ ഫോൺ സൂപ്പറായിട്ട് വർക്ക് ആവാനും അതുപോലെ തന്നെ പെർഫോമൻസ് കൂട്ടാനും വേണ്ടിയിട്ടാണെന്നാണോ നീ വിചാരിച്ചു വെച്ചേക്കുന്നത്? എങ്കിൽ നീ ആയിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ. ഞങ്ങളുടെ ഫോൺ ഇറങ്ങാൻ ഇനി 3 മാസം ടൈം ലൈനുണ്ട്. ആ ഒരു ടൈം ലൈനിൽ നിങ്ങളുടെ പഴയ ഫോണിലോട്ട് ഈ ഒരു അപ്ഡേറ്റ് വരികയും ഈ ഒരു അപ്ഡേറ്റ് സെക്യൂരിറ്റി ഫിക്സേഷൻ അപ്ഡേറ്റ് ആയിട്ട് വരികയും ചെയ്യും. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാറ്ററി കപ്പാസിറ്റി ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തു പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. അതുകൂടാതെ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് ആൻഡ് വീഡിയോസിൻ്റെ ക്ലാരിറ്റി ഡ്രാസ്റ്റിക് ആയിട്ട് കുറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുമല്ലാണ്ട് നിങ്ങളെടുക്കുന്ന ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും സ്റ്റോറേജും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. സോ നിങ്ങളുടെ സ്റ്റോറേജും അവിടെ ഫില്ലാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴായിരിക്കും ഞങ്ങളുടെ പുതിയ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളൊരു ആഡും കൂടെ ഇറക്കും, നിങ്ങളുടെ പഴയ ഫോൺ മാറ്റിയിട്ട് പുതിയ ഫോൺ എക്സ്ചേഞ്ചിൽ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ പഴയ ഫോണിൽ നിന്ന് എല്ലാവരും പുതിയ ഫോണിലോട്ട് അപ്ഗ്രേഡ് ആവും. എക്സാക്ട്ലി. അതല്ലാണ്ട് നിങ്ങൾ തരുന്ന പഴയ ഫോണിൽ അത്യാവശ്യം നല്ല പ്രശ്നമൊന്നും കാണത്തില്ല. അതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യും. സോ നിങ്ങൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ താഴെ കമൻസിൽ പറയുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.